പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ വീണ്ടും നാം അണയുകയാണ് ഈ രാത്രിയിൽ. രാത്രിയിൽ അണയുമ്പോൾ നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ ചില ഉത്കണ്ഠകളൊക്കെ ഉണ്ടായേക്കാം. നമ്മുടെ കർത്താവായ ഈശോയുടെ മുമ്പിൽ നമ്മുടെ എല്ലാ ഭാരങ്ങളും ഇറക്കി വെച്ച് നമുക്ക് നമ്മെ തന്നെ നമ്മുടെ ഹൃദയങ്ങളെ ശാന്തമാക്കാം. ക്രിസ്തു ഇന്ന് നമ്മോട് പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകുന്നുവെന്നാണ്. ലോകം നൽകുന്നത് പോലെയല്ല, എൻ്റെ സമാധാനം ശാശ്വതമാണ്. നിങ്ങൾ ഭയപ്പെടേണ്ട, ഈ സമാധാനം സ്വീകരിക്കുക. കർത്താവ് നമ്മോട് ഇന്ന് ആവശ്യപ്പെടുന്നതും ഇത് തന്നെയായിരിക്കണം. ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ അണയുമ്പോൾ സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക. ലോകമെമ്പാടും നാം കാണുന്ന യുദ്ധസമാനമായ എല്ലാ സാഹചര്യങ്ങളെയും നമുക്ക് ഓർക്കാം. ഈ കർത്താവിന് മുമ്പിൽ ഇറക്കി വയ്ക്കാം. ലോകത്തെമ്പാടുമുള്ള എല്ലാ പൂർണ്ണമായ അസ്വസ്ഥതകളെയും നമുക്ക് ഇറക്കി വയ്ക്കാം. ദൈവമേ, അവിടെയെല്ലാം സമാധാനം നീ കൊടുക്കണമേ. കൂടെ നാമും ചേർത്ത് വയ്ക്കണം. നമ്മുടെ കുടുംബത്തിലെ അസ്വസ്ഥതകളെ, നമ്മുടെ ജീവിതത്തിൻ്റെ അസ്വസ്ഥതകളെ, നമ്മുടെ എല്ലാ ഉത്കണ്ഠകളെയും ഒക്കെ ഇറക്കി വെച്ചിട്ട് പ്രാർത്ഥിക്കണം. എന്നിൽ സമാധാനം നിറയ്ക്കണമേ, ശാശ്വതമായ സമാധാനം നിറയ്ക്കണമേ, എന്നിൽ ശാന്തി നിറയ്ക്കണമേ. ഈ ദിവസം മുഴുവനുണ്ടായ എല്ലാ ഉത്കണ്ഠകളെയും ഇറക്കി വെച്ചിട്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാനിതെന്നെ തന്നെ സമർപ്പിക്കുന്നു. എൻ്റെ കുടുംബത്തെ സമർപ്പിക്കുന്നു. ഞാൻ കണ്ടുമുട്ടിയവരെ സമർപ്പിക്കുന്നു. ഞാൻ എൻ്റെ നാടിനെ സമർപ്പിക്കുന്നു. ഞാൻ ഈ ലോകത്തെ മുഴുവൻ സമർപ്പിക്കുന്നു. എൻ്റെ സമാധാനം കൊണ്ട് മൂടണമേ. കൂടെ ഫ്രാൻസിസ് അസീസിയോട് ചേർന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നെ നീ അയക്കുക സമാധാനത്തിന് ദൂതനായിട്ട്. എവിടെയൊക്കെ വിദ്വേഷമുണ്ടോ അവിടേക്ക് സ്നേഹം കൊടുക്കാൻ, എവിടെയൊക്കെ പകയുണ്ടോ അവിടേക്ക് സ്നേഹം നിറയ്ക്കാൻ, എവിടെയൊക്കെ അസ്വസ്ഥതകളുണ്ടോ അവിടേക്ക് ശാന്തി നിറയ്ക്കാൻ എന്നെ നീ അയക്കണമേ സമാധാന ദൂതനായിട്ട്. നമുക്ക് പൂർണ്ണമായിട്ട് നമ്മെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ രാത്രിയിൽ ഈ സമാധാനം കൊണ്ട് ഈ ലോകം മുഴുവൻ, എൻ്റെ രാജ്യം മുഴുവൻ, എൻ്റെ കുടുംബം മുഴുവൻ നിറയണമേ. ഈ രാത്രി സമാധാനമില്ലാതെ ആരെങ്കിലും കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവിടെയെല്ലാം എൻ്റെ പ്രാർത്ഥന വഴി, എൻ്റെ സമർപ്പണം വഴി സമാധാനം നീ ഒഴുക്കണമേ, സ്നേഹം നീ ഒഴുക്കണമേ, ശാശ്വത സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. ഇതാണ് കർത്താവിൻ്റെ പ്രാർത്ഥന. നമുക്ക് ആരാധനയ്ക്ക് ആശീർവാദത്തിന് നമ്മൾ തന്നെ ഒരുക്കി മുട്ടുകുത്തി നിൽക്കുമ്പോൾ പ്രാർത്ഥിക്കാം. ഇന്നത്തെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ ഈ ലോകം മുഴുവൻ ശാശ്വതമായ സമാധാനം നീ നൽകണമേ, ശാശ്വത ശാന്തി നീ നൽകണമേ. ഇതാണ് എൻ്റെ പ്രാർത്ഥന. സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും നല്ല രാത്രി നേരുന്നു. ഈ രാത്രിയിൽ നമ്മുടെ പ്രാർത്ഥന ഇതാവട്ടെ. എൻ്റെ ഹൃദയത്തിൽ മുഴുവൻ സമാധാനവും ശാന്തിയും നിറയ്ക്കണമേ. എൻ്റെ കുടുംബത്തിൽ മുഴുവൻ സമാധാന ശാന്തി നിറയ്ക്കണമേ.
നാളെ അതിരാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ സമാധാനത്തെ ചിന്ത മാത്രം നിറയണമേ. എന്നെ സമാധാനത്തെ ദൂതനായിട്ട് അയക്കണമേ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.